ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നൊരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ആണ്. അപ്പോൾ അതിൽ രണ്ട് റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഒന്ന് മത്തങ്ങ അരിശ്ശേരി കേട്ടോ. മത്തങ്ങ അരിശ്ശേരി പയറില്ലാതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ ഷാലോ ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ നാടൻ റെസിപ്പീസ് ഇഷ്ടമില്ലാത്തവരാരുള്ളതല്ലേ. അപ്പോൾ മത്തങ്ങയും ഒരു ചെറിയൊരു കഷ്ണം കുമ്പളങ്ങയും അതിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, വേപ്പില, ഒരല്പം മുളക് പൊടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അരപ്പായിട്ട് തേങ്ങയിൽ കുറച്ച് ജീരകവും ചുമന്നുള്ളിയും ഒന്നോ രണ്ടോ വെളുത്തുള്ളി ചേർത്ത് അരച്ച മിശ്രിതമാണ് കേട്ടോ ചേർക്കണേ. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വറുത്തിടാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയിൽ കടുക് അത് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ചുമന്നുള്ളിയും വറ്റൽമുളകും ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റായി വരുമ്പോൾ ഒരു പിടി നാളികേരം ചേർക്കുന്നുണ്ട്, കറിവേപ്പിലും ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അത് നന്നായിട്ട് ഡ്രൈ ആയി വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരല്പം മുളക് പൊടിയും ചേർത്തിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള മത്തങ്ങ കൊണ്ടുള്ള എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് ബാലൻസാക്കി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ കറിയാണ്. അധികം എരിവൊന്നും ഇല്ലാത്തൊരു കറിയാണ്. മാത്രമല്ല നന്നായിട്ട് മത്തങ്ങ തേങ്ങയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് കേട്ടോ ഈ കറി. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ളൊരു സിമ്പിൾ മാരിനേഷൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പുപൊടി ഇത്രയും ചേർത്ത് വിനാഗിരിയും ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അധികം ഓയിലൊന്നും ഇല്ലാണ്ട് നമുക്കത് സിമ്പിളായിട്ട് തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. എയർ ഫ്രൈ ചെയ്തും എടുക്കാം, സൂപ്പറാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ കേട്ടോ. അപ്പോൾ ലഞ്ച് നമുക്ക് മോർണിംഗ് വെച്ച മുതിരപ്പേരിയുടെ കുറച്ചുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ. കൂടെ കുറച്ച് തൈരും എടുത്തിട്ടുണ്ട്. മത്തങ്ങ അരിശ്ശേരി കൂട്ടിയിട്ട് ഇന്ന് ലാവിഷായിട്ടൊരു ഊണായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. വേറൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ചെറിയ വീഡിയോകൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ്.